റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം വിതുര ജേഴ്സി ഫാമിലെ ഭൂമി കൈമാറ്റത്തിൽ മൃഗസംരക്ഷണ വകുപ്പിനെതിരെ തൊഴിലാളികൾ. ജേഴ്സി ഫാമിന്റെ ഭൂമി KLD ബോർഡിന് കൈമാറാനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ നീക്കം രഹസ്യമായാണ് എന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ഭൂമി കൈമാറാനുള്ള നീക്കം തടയും. സമരം 3 ആഴ്ച പിന്നിട്ടിട്ടും മന്ത്രി ജെ ചിഞ്ചുറാണി ഇടപെട്ടില്ലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. 1976 വക്കം പുരുഷോത്തമൻ്റെ അടുത്ത് തുടങ്ങിയ ഫാമാണ്. ഇപ്പം കേരളത്തിൽ ഏകദേശം ഒരു നമ്പർ 1 ഫാമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇതുവരെയും നമുക്ക് ഓഫീസ് സ്ഥലത്ത് ഇങ്ങനെ സ്ഥലം എടുക്കുന്നെന്നോ ഇങ്ങനൊരു ഈ KLD ബോർഡ് ഇവിടെ വരുന്നുണ്ടെന്നോ ഒന്നും നമുക്ക് ഒരു ഉദ്യോഗസ്ഥ സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പും നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഏടിയായിട്ട് നമുക്കറിയാൻ പറ്റുന്നത് അവർ 25 ഏക്കർ സ്ഥലമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 25 ഏക്കർ സ്ഥലം പോകുമ്പോൾ ഇവിടെ നിലവിൽ ഈ 90 ഏക്കർ സ്ഥലത്തുള്ള ബാക്കി ഈ പാറക്കെട്ടാണ് പോയിട്ട് ഈ 90 ഏക്കറിനകത്ത് ഷെഡും പശുക്കളും അതുപോലെ തന്നെ പുൽകൃഷിയും ചെയ്തേക്കാണ്. ഈ വേസ്റ്റായി കിടക്കുന്ന 1 ഇഞ്ച് ഭൂമി പോലും ഇവിടെയില്ല. 400ഓളം പശുക്കൾ ഉള്ള സ്ഥാപനമാണ്. 151 തൊഴിലാളികൾ ഈ സ്ഥാപനം കൊണ്ടാണ് ജീവിക്കുന്നത്. KLD ബോർഡ് വന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും KLD ബോർഡിന് ഈ തൊഴിലാളികളെ അങ്ങോട്ട് എടുക്കാനും കഴിയില്ല. KLD ബോർഡിന് ഇത് ഇത്തരം തൊഴിലെടുത്ത് നടത്തിക്കൊണ്ട് പോകാനും കഴിയില്ല. ഇവിടുത്തെ സാറന്മാർ ഇന്ന് വരെ ഇത്രയും ഒരു സമരം ഇവിടെ നടന്നിട്ട് എന്താണെന്നൊരു ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, അല്ലെങ്കിൽ സ്ഥലം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല, നിങ്ങൾക്ക് പണി നഷ്ടപ്പെടില്ല എന്നൊരു കാര്യം പറയാം. ഇന്ന് വരെ ഇതിനകത്തുനിന്നൊരു ഓഫീസറും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. സ്ഥലം പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടച്ചു പോകുന്ന വക്കിലേക്ക് എത്തും. ഞങ്ങൾ 25 ഏക്കർ ഭൂമി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ 70 ഏക്കർ ഭൂമിയിലേക്ക് മാറും. ആ 70 ഏക്കർ ഭൂമി കൊണ്ട് ഈ ഫാമിൻ്റെ പ്രവർത്തനം നടത്താൻ പറ്റില്ല. അതുപോലെ KLD ബോർഡ് എടുത്തിട്ടുള്ള ഏത് സ്ഥലം ഇവിടെ പരിശോധിച്ചാലും അറിയാം. കുളത്തൂപ്പുഴ ആയാലും മണ്ണുരുത്തി ഫാമിലായാലും കുരുവോട്ട് മലയിലായാലും ശ്രദ്ധിച്ചാൽ ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് നാൾ അവർ ഈ ഫണ്ട് കിട്ടുന്ന ഫണ്ട് വിനിയോഗിച്ചതിന് ശേഷം ആ ഫണ്ട് കഴിയുമ്പോൾ കൃത്യമായി ആ പ്രദേശം വനം പിടിച്ച് വനമേഖലയായി കിടക്കുകയാണ്. അരുൺ സോളമനോട് കൂടുതൽ വിവരങ്ങൾ. അരുൺ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, കഴിഞ്ഞ 3 ആഴ്ചയായി സമരം മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായിട്ടും ഈ വിതുര അടിപ്പറമ്പ് ജേഴ്സി ഫാമിലെ 102 ഏക്കർ ഭൂമിയാണുള്ളത്. ഇതിൽ 25 ഏക്കർ ഭൂമി നിലവിൽ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് കൈമാറാനുള്ള ഒരു നീക്കം മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളൊരു ആരോപണമാണ് നിലവിൽ തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ 3 ആഴ്ചയായി ഈ സമരരംഗത്തുള്ളത് CITയുടെയും INTUസിന്റെയും AITUസിന്റെയും നേതൃത്വത്തിലുള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് മന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ തൊഴിലാളികളോടോ പങ്കുവെക്കുകയോ ഒന്നും അറിയിച്ചില്ല. ഒരു വ്യക്തിപരമായിട്ടോ നേതാക്കളോടോ ഒന്നും തന്നെ ഇതുവരെയും അറിയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ KLD ബോർഡിന്റെ അധികാരികൾ ഈ ഫാം സന്ദർശിക്കാനായിട്ട് എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം, രഹസ്യമായിട്ടുള്ളൊരു നീക്കം ഇത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം തൊഴിലാളി സംഘടനാ നേതാക്കൾ അറിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം 22-ാം തീയതി വിതുരയിൽ ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. എന്തായാലും ഫാമിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിലാണ് സമരം മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഈ 102 ഏക്കറിൽ 90 ഏക്കർ ഭൂമി മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. ബാക്കി 12 ഏക്കർ ഭൂമി പാറ തരിശു പിടിച്ചു കിടക്കുന്ന ഭൂമിയാണ്. സ്വാഭാവികമായും 25 ഏക്കർ ഭൂമി KLD ബോർഡിന് കേന്ദ്ര പദ്ധതിയായിട്ടുള്ള 100 കോടി രൂപയുടെ പദ്ധതി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതായത് കന്നുകാലി വളർത്തുന്ന 200 ഹൈബ്രിഡ് ഇനത്തിലുള്ള പശുക്കളെ വളർത്തിക്കൊണ്ട് വലിയൊരു രീതിയിലുള്ള വികസനം സാധ്യമാക്കാനാണ് സർക്കാരിന്റെ ഭാഗത്ത്. എന്തായാലും ഭൂമി കൈമാറ്റത്തിനെതിരെ തൊഴിലാളികൾ ഇപ്പോൾ ആ നീക്കം തടയും എന്നാണ് തൊഴിലാളികൾ പറഞ്ഞിരിക്കുന്നത്.